പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ സുരേഷ് ഗോപി ഇപ്പോൾ രാഷ്ട്രീയത്തിൽ തിമിർത്ത് ആടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് രണ്ട് വർത്തമാനം പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് അപ്പം ഇദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ വരാനുണ്ടായ കാരണം, രാഷ്ട്രീയത്തിൽ ആളുകൾ വരാനുണ്ടാകുന്ന കാരണം അതുമായി ചേർത്ത് വായിച്ചേ പറയാനൊക്കൂ. സുരേഷ് ഗോപിക്ക് എന്നൊരു നിയമം ഇല്ല. എല്ലാ പേരുടെയും നിയമവും ഉദ്ദേശവും ഒക്കെ സുരേഷ് ഗോപിക്കും ബാധകമാണ്. സുരേഷ് ഗോപി 2001 വരെ സിനിമയിൽ ഭയങ്കരമായി തിളങ്ങി നിന്ന ആളാണ്. കോടിക്കണക്കിന് രൂപയുടെ എന്താ പറയുക പ്രതിഫലം വാങ്ങിക്കുന്ന മുൻനിര നായകന്മാരിൽ ഒരാളാണ്. 2001 ശേഷം ഇദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് മൗസ് കുറഞ്ഞു, അതിൻ്റെ വാല്യൂ കുറഞ്ഞു. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഈ പ്രശസ്തരായവർക്കും പണക്കാരായവർക്കും വീണ്ടും അതേപടി തുടരാനുള്ള ത്വര മനുഷ്യൻ എന്ന നിലയ്ക്കുണ്ടാവും, സ്വാഭാവികമാണ്. അപ്പം അദ്ദേഹം ആലോചിച്ചത് നമുക്ക് എങ്ങനെ എപ്പോഴും ലൈം ലൈറ്റിൽ തുടരാം എന്ന്. അതിനിടയ്ക്ക് അദ്ദേഹം രാഷ്ട്രീയപരമായി SFIക്കാരനായിരുന്നു, സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഇത് പറയുമ്പോൾ മറ്റൊരാളെ കൂടെ എനിക്ക് ഓർമ്മിക്കാതിരിക്കാനാവില്ല, നമ്മുടെ അബ്ദുള്ളക്കുട്ടി. അദ്ദേഹം CPMൻ്റെ ഒരു എന്താ പറയുക ചക്കര ഓമന MP ഒക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹം പിന്നീട് കോൺഗ്രസിലേക്ക് പോയി, പിന്നീട് ഇപ്പം BJPയിലാണ്. അത് എൻ്റെ ഒരു തോന്നൽ, ഒരു CPMകാരൻ അദ്ദേഹത്തെ വളരെ താലൂലിച്ച് പൊക്കിപ്പറഞ്ഞ് നമ്മളൊക്കെ ആരാധിച്ച് ബഹുമാനിച്ച് അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹം അതുവരെ എതിർത്ത കോൺഗ്രസിലേക്കും അതിനേക്കാളും ശക്തമായി എതിർത്തുകൊണ്ടിരുന്ന BJPയിലേക്കും പോകാൻ സാധിക്കുക? വല്ലാത്തൊരു പ്രഹേളികയാണ്. വല്ലാത്ത ഒന്നും അല്ലത്, നമ്മളങ്ങനെ വല്ലാത്ത എന്ന് വിചാരിക്കുന്നത് കൊണ്ട് നമുക്ക് വല്ലാതെ തോന്നുന്നു എന്നേ ഉള്ളൂ. അപ്പം സുരേഷ് ഗോപി ഒരേ സമയം SFIക്കാരനും അതേ കാലയളവിൽ തന്നെ ഒരു മത്സരവേളയിൽ LDFനെയും UDFനെയും ഒരുപോലെ പിന്താങ്ങി പ്രവർത്തിച്ച ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ ഒരു എന്താ പറയുക നേർചിത്രമാണ് നമുക്ക് കിട്ടുന്നത്. അദ്ദേഹം SFIക്കാരനാണ്, അച്യുതാനന്ദൻ്റെ ആരാധകനാണ്, ഇന്ദിരാഗാന്ധിയുടെ ആരാധകനാണ്. ഇലക്ഷൻ വന്നപ്പോൾ UDFനെയും LDFനെയും ഒരുപോലെ പിന്തുണച്ച ആൾ. അപ്പം രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിനുള്ള എന്താ പറയുക പരിമിതി, അത് സ്വാഭാവികമായി തന്നെ ഇപ്പം എല്ലാവർക്കും രാഷ്ട്രീയത്തിലൊക്കെ ഭയങ്കരമായ പിടിപാടും പരിമിതിയും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ തൻ്റെ പ്രശസ്തിയും സ്ഥാനവും ഒക്കെ നിലനിർത്താനായിട്ടുള്ള ശ്രമത്തിൽ 2016 അദ്ദേഹം BJPയിൽ ചെന്ന് ചേക്കേറി. ഈ സിനിമാ നടന്മാർ രാഷ്ട്രീയത്തിലേക്ക് വരിക, ഇപ്പം നമ്മുടെ തമിഴ്നാട്ടിലെ വിജയ്, അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി തുടങ്ങാൻ പോവുകയാണ്. തുടങ്ങിയ ആളുകളുണ്ട്, തുടങ്ങാൻ മടിച്ചു നിൽക്കുന്ന ആളുകളുണ്ട്, തുടങ്ങി മരിക്കുവോളം മുഖ്യമന്ത്രിയായ MGR ഉണ്ട്. ഇത് കേരളത്തിൽ വിറ്റുപോകുമോ എന്ന് ചോദിച്ചാൽ അതിന് ഒരു പഴങ്കഥ. നമ്മുടെ പ്രേം നസീർ, എനിക്ക് നല്ല ഇഷ്ടമുള്ള നസീറിനെയും സത്യനെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരാൻ അദ്ദേഹത്തിൻ്റെ അളിയൻ തലേക്കുന്നിൽ ബഷീറിൻ്റെ പ്രേരണയിൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാനായി അദ്ദേഹം ഒരു നീക്കമൊക്കെ നടത്തി. പിന്നെ മറ്റാരെയൊക്കെ ഉപദേശം കൊണ്ട് അദ്ദേഹം പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് വന്നില്ല. നല്ല കാര്യം. ഈ നല്ല കാര്യം എന്ന് പറയാൻ രാഷ്ട്രീയത്തിലേക്ക് സിനിമാ നടന്മാർക്ക് വരാൻ പാടില്ലേ? തീർച്ചയായിട്ടും വരണം അവർ. പക്ഷേ ഒരേ സമയം LDFനെയും UDFനെയും ഇന്ദിരാഗാന്ധിയെയും VS അച്യുതാനന്ദനെയും പിന്താങ്ങുന്ന ഒരാളുടെ രാഷ്ട്രീയ പാപ്പരത്വം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അയാൾ രാഷ്ട്രീയത്തിൽ വരികയാണെങ്കിൽ അത് വേണോ എന്ന് ചോദിക്കാനുള്ള ജനാധിപത്യ അവകാശം നമുക്കുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ
2016 BJPയിൽ ചേർന്ന സുരേഷ് ഗോപി ആദ്യമായി എടുത്തുപയോഗിച്ച ആയുധം ശബരിമല അയ്യപ്പനെ ആയിരുന്നു. അതായത് ശബരിമല അയ്യപ്പനോടുള്ള ഭക്തിയൊന്നുമല്ല. ഇപ്പം രാമൻ്റെ എന്താ പറയുക ക്ഷേത്ര നിർമ്മാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അദ്വാനിയാണ് ഈ രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ആദ്യമായി സജീവമായി രംഗത്ത് വന്ന് ശൂലം വെച്ച് കുത്തിപ്പൊളിക്കാൻ ജയ്ഹോ വിളിച്ച ആള്. അദ്ദേഹം അമ്പലത്തിൽ പോകാറില്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ മകളോ മകനോ ഒക്കെ മിശ്ര വിവാഹിതരും കൂടിയാണ്. നല്ല കാര്യമാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവരുടെയൊക്കെ വിശ്വാസം, രാഷ്ട്രീയക്കാർക്ക് പൊതുവേ ദൈവവിശ്വാസം ഉണ്ടെന്നുള്ള വിശ്വാസം എനിക്കില്ല. കാര്യം അവർ എല്ലാം കപടമായി കണ്ട് കപടതയിൽ തന്നെ നിന്ന് കപടതയെ അഭിനയിച്ച് അങ്ങനെ എങ്ങനെ ആളുകളെ പറ്റിക്കാമെന്നതിൽ PhDക്ക് അപ്പുറമുള്ള ബിരുദം നേടിയ വിദ്വാൻമാരാണ്, നിസ്സാരക്കാരൊന്നുമില്ല കേട്ടോ. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി വളരെ അഭിനേതാവാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതം കൊണ്ട് 130 കോടി ആളുകളിൽ ഏകദേശം 35% ആളുകളെ നിരന്തരമായി കഴിഞ്ഞ 10 വർഷം സമർത്ഥമായി പറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും പറ്റാൻ വേണ്ടി ഞങ്ങളിതാ വന്നിരിക്കുന്നു എന്ന് ഫോളിൻ ആയിരിക്കുകയാണ് ഇന്ത്യയിലെ, പ്രത്യേകിച്ച് വടക്കൻ ഇന്ത്യയിലെ ആളുകളാണെങ്കിൽ. അതേ നിലപാടെടുത്തുകൊണ്ട് തന്നെ, അതായത് ഇപ്പം രാഷ്ട്രീയം ആകാം, രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്, ജനങ്ങൾക്ക് പ്രശ്നമുണ്ട്, പ്രശ്നപരിഹാരം രാഷ്ട്രീയത്തിലൂടെയാണ്. ഇപ്പം കാലാകാലങ്ങളിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് വ്യത്യസ്ത ധാരകളിൽ കൂടി, വ്യത്യസ്ത രീതികളിൽ കൂടി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വോട്ട് നേടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നുവെങ്കിൽ അടുത്ത കാലത്തായി അതിലൊരു സമൂല മാറ്റം മതത്തെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരും. അത് ഇന്ത്യക്ക് പുത്തരിയൊന്നുമല്ല കേട്ടോ. പക്ഷേ ഇന്ത്യയുടെ ഒരു ആ സ്പന്ദനം മനസ്സിലാക്കിയ കുറേ രാഷ്ട്രീയക്കാർ, ഇപ്പം വഴികൾ, കള്ളൻ മോഷ്ടിക്കാൻ വേണ്ടി പുത്തൻ വഴികൾ തിരക്കിക്കൊണ്ടേയിരിക്കും എന്നതുപോലെ രാഷ്ട്രീയക്കാരും തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി പുത്തൻ മാർഗങ്ങൾ എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് അവർ കണ്ടെത്തിയ മാർഗമാണ് വിശ്വാസികളായ വിഡ്ഢികളായ ഇന്ത്യൻ ജനതയെ പറ്റിക്കാൻ അവരുടെ ദൈവവിശ്വാസത്തെ സമർത്ഥമായി ഉപയോഗിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ 2002 കണ്ടു ഗുജറാത്ത് കലാപം. തുടർന്ന് ഇങ്ങോട്ട് ഒരുപാട് കലാപങ്ങളുടെ, ഇന്ത്യയുടെ ചരിത്രം എടുക്കുമ്പോൾ തന്നെ മതകലഹങ്ങളുടെയും മതവിദ്വേഷങ്ങളുടെയും നാടാണ്. അത്രത്തോളം വിഡ്ഢികളാണ് നമ്മുടെ ആളുകൾ. അത് പറയാതിരിക്കാൻ ഞാൻ പറയുന്നല്ല, നമ്മുടെ കഡ്ജു പറഞ്ഞിട്ട് 2000 രൂപയുണ്ടെങ്കിൽ ഒരു സുന്ദരമായ വർഗീയ കലാപം ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അത്രത്തോളം വിഡ്ഢികളായ ജനതയാണ് നമ്മൾ. ആ ഊറ്റം കൊള്ളുന്നതിൽ നിന്നും എനിക്ക് യാതൊരു വിലയുമില്ല. വിഡ്ഢികൾ തന്നെയാണ്. വിഡ്ഢികളെ വിഡ്ഢികളെന്നല്ലാതെ വിളിക്കണമെങ്കിൽ എനിക്ക് രാഷ്ട്രീയ താല്പര്യം വേണം, എനിക്കതില്ല. അതുകൊണ്ട് ഇന്ത്യൻ ജനത വിഡ്ഢികളെന്ന് ഉറക്കെ പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അല്ലെങ്കിൽ ഈ 2016 BJPയിൽ ചേർന്ന സുരേഷ് ഗോപിക്ക് പൊടുന്നനവേ എങ്ങനെയാണ് ശബരിമല അയ്യപ്പനോട് സ്നേഹമുണ്ടാകുക എന്നുള്ളത്. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ എടുത്തു നോക്കുമ്പോൾ വാസ്തവത്തിൽ BJPയുടെ ഒട്ടുമിക്ക നേതാക്കളുടെയും പെരുമാറ്റ രീതി, സംസാരം, അവർ മറ്റു വിഷയങ്ങളെ സമീപിക്കുന്ന രീതിയൊക്കെ നോക്കുമ്പോൾ വളരെ തരംതാണ രീതി. അത് ആരോടും വിദ്വേഷമുള്ളത് കൊണ്ടല്ല, എനിക്ക് വർഗീയ കക്ഷികളോട് ഇഷ്ടക്കുറവുണ്ട്. അവർ നാടിന് ആപത്താണ്, ശാപമാണ് എന്ന് കരുതുന്ന ആളാണെങ്കിലും ഒരാളോടും വ്യക്തിപരമായ വൈരാഗ്യം തോന്നേണ്ട കാര്യം എനിക്കില്ല. അതുകൊണ്ട് ഈ സുരേഷ് ഗോപിയുടെ സ്വഭാവം കൂടെ നമ്മൾ കണക്കിലെടുക്കേണ്ടത്. മൊത്തത്തിൽ ഇന്നത്തെ നമ്മുടെ നായകൻ സുരേഷ് ഗോപി തന്നെയാണ്. അതുകൊണ്ട് ഇദ്ദേഹം ഒരു റിപ്പോർട്ടറെ, വനിതാ റിപ്പോർട്ടറോട് പെരുമാറിയ രീതി, ഇദ്ദേഹം എൻ്റെ വിശ്വാസപ്രകാരം ലൈംഗിക ചുവയോടൊന്നുമല്ല അദ്ദേഹം ആ കുട്ടിയുടെ അദ്ദേഹത്തെ കൈവച്ചു. പക്ഷേ അതിനകത്തൊരു നൈതിക വശമുണ്ട്. ഒരാളെ നമ്മൾ തൊടുമ്പോൾ അയാളുടെ ഇഷ്ടം, അനുവാദം വളരെ പ്രധാനമാണ്. ഒരു കോമൺ സെൻസിൻ്റെ കാര്യമാണ്. പിന്നെ കോമൺ സെൻസ് BJPക്കാർക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്കും പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അവരൊക്കെ സൂപ്പർമാൻ. ഇപ്പം സിനിമയിൽ അഭിനയിക്കുന്ന കമ്മീഷണറിലെ കമ്മീഷണർ, അദ്ദേഹം സൂപ്പർമാനാണ്. ഒരാൾ 9,000 ആളുകളെ ഇടിച്ചു മലത്തി പറപ്പിക്കുന്ന, ഒരാൾക്ക് മറുപടി പറയാനൊക്കാത്ത ഒരാൾ.
90,000 ആളുകളെ ഇടിച്ചു മലർത്തി പറപ്പിക്കുന്ന കാഴ്ച കാണിച്ചാൽ അത് നമ്മൾ ആസ്വദിക്കുകയും വിശ്വസിക്കുകയും ചെയ്യും. ആസ്വദിക്കാം, വിശ്വസിക്കരുത്. ആ വകതിരിവില്ലാത്തത് കൊണ്ടാണ് MGR, ജയലളിത, NT രാമറാവു ഒക്കെ നമുക്ക് മുഖ്യമന്ത്രിമാരായി വന്നതെങ്കിൽ ഇപ്പോൾ അതിൻ്റെ രീതിയും മട്ടും ഭാവവും ഒക്കെ അരിമാവും ദോശമാവും ഒന്ന് തന്നെയാണ്, ചട്ടി വേറെ. അതിൽ മുട്ടയൊക്കെ ഒഴിച്ച് കുറച്ചുകൂടെ ബലപ്പെടുത്തി ഇഷ്ടപ്പെടുത്തി തന്നെയാണ് നമുക്ക് തരുന്നത്. അപ്പം ആ സ്ത്രീ തൻ്റെ ദേഹത്ത് കൈയിട്ട് സുരേഷ് ഗോപിയുടെ കൈ എടുത്തു മാറ്റി. അയാൾ വീണ്ടും കൈയിടുകയാണ്. ഇതൊരു മാടമ്പിത്തരമാണ്, ഒരു ചട്ടമ്പിത്തരമാണ്. ഞാൻ നിന്നെക്കാളും വലിയവനാണ്, എൻ്റെ ഇഷ്ടത്തിന് നീ നിൽക്കേണ്ടവളാണ്. അവിടെ സ്ത്രീ കൂടെയാണ്, പുരുഷന്മാർ ഒരുപാടുണ്ട്. ഇനി ഇദ്ദേഹം പറയുന്നത് ഞാൻ എല്ലാവരെയും കെട്ടിപ്പിടിക്കുമെന്നൊക്കെയാണ്. വളരെ സുന്ദരമായ രീതിയിൽ ഒരു മഹാവിഡ്ഢിയായ ഒരു BJP-ക്കാരൻ ഇയാളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാനായിട്ട് പോയുമ്പോൾ അയാളെ പിടിച്ചു തള്ളുന്ന രീതി, ആ ശരീരഭാഷ ഒന്ന് കാണും. ഏതോ അമേദ്യം അടുത്ത് വന്നതുപോലെ വളരെ വിദ്വേഷപരമായി വെറുപ്പ് പൂണ്ടി അവനെ പിടിച്ചങ്ങ് തള്ളുകയാണ്. അതേസമയം ചെറുപ്പക്കാരികൾ അടുത്ത് വന്നാൽ ഗാഠമായി പുണർന്ന് എത്ര നേരം വേണമെങ്കിൽ നിൽക്കാൻ യാതൊരു മടിയുമില്ലാത്ത വിദ്വാനാണ്. ഇദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ, അതായത് അദ്ദേഹം സിനിമയിൽ നിന്ന് പറിച്ചു നട്ട് ഇവിടെ നമ്മുടെ മുമ്പിൽ അഭിനയിക്കുമ്പോൾ ആ അഭിനവ പാടവത്തെക്കുറിച്ച് ഞാൻ പറയുകയാണ്. അതാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ത്രീകളോടുള്ള പെരുമാറ്റം, സാധാരണക്കാരോടുള്ള പെരുമാറ്റം, ഇതൊക്കെ നമ്മൾ കാണാതിരിക്കാനേ പറ്റില്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം എന്നുള്ളത്, ഇപ്പം അദ്ദേഹം തൃശ്ശൂരിൽ മത്സരിക്കുന്ന വേളയിൽ കോടിക്കണക്കിന് രൂപ അവിടെ ചിലവാക്കുകയാണ്. അപ്പം ഞാൻ ഒരു ക്ലിപ്പ് കണ്ടു. കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുള്ള BJP അത് യഥേഷ്ടം ജയിക്കാൻ വേണ്ടിയിട്ട് മണ്ഡലത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം 1 കോടി രൂപ അദ്ദേഹം ആർക്കോ ഇനാമായി കൊടുക്കുകയോ ചിലവാക്കുകയോ ചെയ്തെന്നൊക്കെ റിപ്പോർട്ടുണ്ട്. അപ്പം ഇദ്ദേഹം മറ്റുള്ളവരെ സഹായിക്കുന്ന ആളാണ്. ആണോ? ഞാൻ ഇല്ലെന്ന് പറയും. എൻ്റെ പക്കൽ തെളിവുണ്ട്, ഞാൻ പറയാം. അതായത് ഇദ്ദേഹം പോണ്ടിച്ചേരിയിൽ 2 ഓഡി കാർ രജിസ്റ്റർ ചെയ്തു. പോണ്ടിച്ചേരിയോട് പ്രത്യേകം സ്നേഹം വല്ലതും ഉണ്ടായിട്ടാണോ? ഇല്ല. അദ്ദേഹത്തിന് ഒരു 40 ലക്ഷം രൂപയുടെ കേരള ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. അതിൻ്റെ മേൽ കേസുണ്ട് കേട്ടോ. അതിൻ്റെ കേസിൻ്റെ വിധി എന്തായെന്നൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. അങ്ങനെ കേസുണ്ട്. അദ്ദേഹം ടാക്സ് എവേഷൻ ചെയ്തിട്ടുള്ള 1 അല്ല 2 പ്രാവശ്യം ഇദ്ദേഹം ടാക്സ് എവേഷൻ വണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ പോണ്ടിച്ചേരിയിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്ത് കേരള ഗവൺമെൻറ്റിനെ പറ്റിച്ച ആളാണ്. അപ്പം ഈ 40 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്ത ഒരു മഹാവിദ്വാൻ 1 കോടി രൂപ ഇനാമായി കൊടുക്കുമെന്ന് വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ തലമണ്ട ഏതെങ്കിലും ചാണകക്കുഴിയിൽ മുക്കിയെടുത്ത് പണയം വെച്ചാൽ മാത്രമേ അത് സാധിക്കൂ എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്. ഇനി ഇദ്ദേഹത്തിൻ്റെ പബ്ലിസിറ്റി സ്റ്റണ്ട് ഭയങ്കരമാണ്. പൊതുവിൽ BJP-ക്കാർക്ക് പബ്ലിസിറ്റി എന്നുള്ളത് വളരെ തനതു കലയാണത്. ഇപ്പം പ്രധാനമന്ത്രി തൂത്തുവാരുക, മയിലിനോടൊപ്പം ഇരിക്കുക, മാനിനോടൊപ്പം ഇരിപ്പിക്കുക. ഇപ്പം അവസാനമായിട്ട് അന്ധകാരത്തിലെ ആഴിയിലെ ഇരുട്ട്, അക്ബറിൻ്റെ ഇരുട്ടിൽ ചെന്ന് അദ്ദേഹം ഇരുന്നു. ഇതൊക്കെ എന്താണത്? ഇതൊക്കെ കണ്ടിട്ട് വെൽ ഡ്രസ്ഡാണ്. ഇപ്പം ഫ്ലൈറ്റിലേക്ക് ചാടിക്കയറും അദ്ദേഹം. ഇറങ്ങി വരുമ്പോഴത്തേക്കും സിനിമ സ്റ്റൈലിൽ തന്നെ, സുരേഷ് ഗോപി സ്റ്റൈലിൽ തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇറങ്ങി വരും. ഇതൊക്കെ ഒരു തരം അഭിനയത്തിൻ്റെ, ഈ അഭിനയം കാണാൻ കാണികൾ ഉണ്ട് എന്നുള്ളതാണ് ഇവരിങ്ങനെ തകർത്താടി അഭിനയിക്കാൻ കാരണം. ഇതിവിടെ ചെലവാകുന്നുണ്ട്, അതാണ് അതിൻ്റെ പ്രധാന കാരണം. അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മഹാമണ്ടന്മാരായ നമ്മുടെ ജനത ഇതൊക്കെ അർഹിക്കുന്നു. ഇവർക്ക് ഇത് തന്നെയാണ് വിധി. 50 രൂപ പെട്രോൾ തരാമെന്ന് പറഞ്ഞത് 110 രൂപയ്ക്ക് പെട്രോൾ വിറ്റാൽ വീണ്ടും സുരേഷ് ഗോപിയെ ജയിപ്പിക്കണമെന്ന് ആലോചിക്കുന്ന വോട്ടർമാർ, ഗ്യാസ്, പെട്രോൾ, എല്ലാ മേഖലകളിലും സർവത്ര അഴിമതിയും സർവത്ര രീതിയിലുള്ള പിടിപാടില്ലാത്ത കാര്യങ്ങളൊക്കെ. അംബാനി, ഇപ്പം മുതലാളിത്തം വേണ്ട എന്നൊന്നും ഞാൻ പറയില്ല. ചങ്ങാത്ത മുതലാളിത്തം അതിൻ്റെ അപകടകരമായ അവസ്ഥയിൽ ഇന്ത്യയിൽ പിടിമുറുക്കിക്കഴിഞ്ഞു. എല്ലാ റിസോഴ്സസും കുറേ ആളുകൾക്ക് വേണ്ടി മാത്രം ഒതുക്കപ്പെടുന്ന ഒരവസ്ഥ.
അത് പാടില്ല. പക്ഷെ ഇന്ത്യയിൽ മൊത്തത്തിൽ വികസനമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ലോകരാജ്യങ്ങളിൽ തന്നെ എല്ലാ മേഖലയിലും വികാസമുള്ളപ്പോൾ ഇന്ത്യക്ക് ഒഴിഞ്ഞു നിൽക്കുക. ഇതിന് ആരുടെയും സാമർഥ്യമല്ല. ഇപ്പം ട്രെയിൻ വരുന്നു. എന്താ ട്രെയിൻ? എ പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ലാഭമുള്ള മേഖലയാണ്. അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകണം. അത് ആരുടെയെങ്കിലും സാമർഥ്യമാണോ? ഉണ്ടാകാതെ ഇരിക്കുമ്പോൾ സാമർഥ്യക്കേടാണ്, ഉണ്ടാകുമ്പോൾ സാമർഥ്യമല്ല. അത് നമ്മൾ തിരിച്ചറിയാതിരിക്കാൻ ഒക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇദ്ദേഹത്തിൻ്റെ ഈ പബ്ലിസിറ്റി സ്റ്റണ്ട് നിസ്സാരമൊന്നുമല്ല. അദ്ദേഹം തൻ്റെ മകളുടെ കല്യാണത്തെ താൻ മത്സരിക്കാൻ പോകുന്ന തൃശ്ശൂരിലെ ഒരു പബ്ലിക് സ്റ്റണ്ടായിട്ട് തന്നെ മാറ്റി. അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് അവിടെ നടക്കാനുള്ള എല്ലാ വിവാഹങ്ങളെയും മുടക്കിക്കൊണ്ട് തന്നെ. നോക്കൂ, ഇപ്പം 1 കോടി രൂപ ചെലവാക്കിയ ആള്, ബഹുജന സ്നേഹമുള്ള ആള്, ഭയങ്കരമായി പബ്ലിക് ഇന്റലക്ച്വലോടുകൂടി അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്ന ആള് പൊതുവേ രാഷ്ട്രീയക്കാർ സഞ്ചരിക്കുകയാണെങ്കിൽ സാധാരണക്കാർ സഞ്ചരിക്കണ്ട എന്ന മനോഭാവമാണ് അവരെ നയിക്കുന്നത്. പണ്ട് രജനീകാന്ത് ജയലളിതയുമായിട്ട് ഉടക്കിയിട്ടുണ്ട്. രജനീകാന്തിൻ്റെ വണ്ടി മണിക്കൂർ കണക്കിന് ജയലളിത കടന്നു പോകാൻ വേണ്ടിയിട്ട് പിടിച്ചിട്ടു എന്ന്. അതിൽ രജനീകാന്തിന് ഭയങ്കര അത് രജനീകാന്ത് സൂപ്പർ സ്റ്റാറിന് പ്രയാസമുണ്ടായാൽ നമ്മളത് എത്രയോ ആളുകൾ ഇവരൊക്കെ ഇങ്ങോട്ട് എഴുന്നള്ളുമ്പോഴത്തേക്കും നമ്മളൊക്കെ നമ്മുടെ അത്യാവശ്യം ആശുപത്രിയിൽ ജീവൻ മരണ പോരാട്ടത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ പോലും തടയപ്പെട്ട് നിന്ന് മരിച്ചു പോകുന്ന അവസ്ഥയാണ്. മരിച്ചു പോവുക എന്നുള്ളതും അവരെ സംബന്ധിച്ചിടത്തോളം വിഷയം. കോവിഡ് വന്നപ്പോഴത്തേക്കും ഇന്ത്യൻ ജനത നരകിച്ച് നടന്നു മരിച്ചു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കാരണം നടന്നു മരിക്കുന്നവർ വളരെ വിരളമാണെങ്കിൽ അത് ഇന്ത്യയിൽ സംഭവിച്ചു. കോവിഡ് കാലത്തിൽ ഇന്ത്യക്കാർ മണ്ഡന്മാരായ വിഡ്ഢികളായ ഒന്നുകൊണ്ടാലും പഠിക്കാത്ത ആളുകൾ നടന്നു മരിച്ചു എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തെ പ്രൈം മിനിസ്റ്ററെ കൊണ്ടുവന്ന് ഇവിടെ ഏത് രീതിയിൽ നടത്തി. പ്രധാനമന്ത്രി നാരായണ ഗുരുവും മറ്റുള്ള നേതാക്കളൊക്കെ പറയും കല്യാണം വളരെ ചെറിയ ലഘു ചടങ്ങോടുകൂടി നടത്തുക. അങ്ങനെ നടത്തുമ്പോൾ തന്നെ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചില്ലെങ്കിലും ദുഃഖിപ്പിക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട്. ഒരു പ്രധാനമന്ത്രി ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ, അതായത് നേരത്തെ നിശ്ചയിച്ച കല്യാണങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ എലക്ഷൻ സ്റ്റണ്ടിനു വേണ്ടി ഗുരുവായൂരിൽ കാണിച്ച നാടകം നിസ്സാരമേ അല്ല. മറ്റൊരു സംഭവം പറയാം. ഞാൻ ഓരോ സംഭവവും ഇങ്ങനെ പഠിച്ചു പറയുകയാണ്. ഇദ്ദേഹം ഒരു പത്രലേഖകനോടോ ലേഖികയോടോ ആളാവാൻ വരരുത്, എന്നോട് ആളാവാൻ വരരുത്. ഈ പറച്ചിലിനകത്തുള്ള ധ്വനികൾ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ BJP-കാരനാണ്. BJP ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളുണ്ട്. അതുകൊണ്ട് നീ എന്നോട് കളിക്കരുത്. ഇദ്ദേഹത്തിൻ്റെ ജനസ്നേഹം, മറ്റുള്ളവരോടുള്ള കരുതൽ എത്രത്തോളം എന്നുള്ളത് നീ ആളാവാൻ വരരുത്. ആ പറയുന്ന രീതി ഉണ്ടല്ലോ, സിനിമയിൽ കമ്മീഷണർ പറയുന്ന അതേ രീതിയിൽ ഒരു പത്രലേഖകനോട്, ഒരു പത്രപ്രവർത്തകയോട്, ഈ പത്രപ്രവർത്തകൻ ആരാണ്? നമ്മൾക്ക് വേണ്ടി ചോദ്യം ചെയ്യാൻ വേണ്ടി, നമ്മൾക്ക് ചോദ്യം ചെയ്യാനൊക്കാത്തത് കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ചോദ്യം ചെയ്യുന്ന ആളുകളാണ്. അവരോട് നിങ്ങൾ എന്നോട് ആളാവാൻ വരരുത്. ആളാവാൻ വന്നാൽ, പണ്ട് ശിവൻകുട്ടി ഒരു പെൺകുട്ടിയോട് പറഞ്ഞ കാര്യം ഞാൻ ഓർമ്മിക്കുന്നത്, ഏത് പാർട്ടിയെന്ന് നിനക്കറിയാമല്ലോ. ഞാൻ കുറ്റം പറയുമ്പോൾ എല്ലാവരെയും കുറ്റം പറയും, ആരും ഇതിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നില്ല എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ധാരണ. പിന്നെ അതിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. അപ്പം തമ്മിൽ ഭേദപ്പെട്ട തെമ്മാടിയെ കൂട്ടുകൂടാനായിട്ടൊന്ന് ശ്രമിക്കാമെന്ന് പറയാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അപ്പം ഇനി ആളാവാൻ വരരുത് എന്ന് പറഞ്ഞത് അത് വല്ലാത്ത ഒരു പറച്ചിലാണ്. അദ്ദേഹത്തിൻ്റെ മനോഭാവത്തിൻ്റെ പ്രതിധ്വനിയാണ് നമ്മൾ അതിലൂടെ കാണുന്നത്. മറ്റുള്ളവരെ എങ്ങനെ കണക്കാക്കുന്നു, താൻ ആരാണെന്നുള്ള ബോധ്യം അയാളെ എങ്ങനെ ഭരിക്കുന്നു, അതാണ് ഇത് പറയാൻ കാരണം. ഇദ്ദേഹം ഒരു കാരണവശാലും ജയിച്ചു വരാൻ സാധ്യതയില്ലെന്നാണ് രാഷ്ട്രീയ പാടവമുള്ള ആളുകൾ, നമ്മുടെ KP കുഞ്ഞിക്കണ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. കാരണം അവിടുത്തെ ഡെമോഗ്രഫി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 58% ഹിന്ദുക്കൾ, 24% ക്രിസ്ത്യൻസും 17% മുസ്ലിംസുമാണ് തൃശ്ശൂർ മേഖലയിലുള്ളത്. അതിൽ ഈ 58-ൽ 11% ബാക്ക്വേർഡാണ്. ഹിന്ദുക്കളിലെ ബാക്ക്വേർഡ് SC ST കളാണ്.
SC ST ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യുമോ? ചെയ്യില്ല. കാരണം ഞാൻ വഴിയേ പറയാം, ഞാൻ ഉടനെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇപ്പം കേരളത്തിനകത്ത് BJPക്ക് വേരോട്ടം ഉണ്ടാക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം ഇവിടുത്തെ പോപ്പുലേഷനിലെ ജാതി മത കണക്കുകൾ വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. ജനാധിപത്യ ബോധം എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു പരിധിക്ക് വർക്ക് ചെയ്യാതിരിക്കുന്നില്ല, അത് ഞാൻ കാണാതിരിക്കുന്നില്ല. പക്ഷെ അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ ഈ BJPയെ വളരെ ചതുർത്ഥിയോടെ കാണുന്നത് കൊണ്ട് ഈ സുരേഷ് ഗോപിയുടെ ഈ സർക്കസൊക്കെ വളരെ കാലം വിറ്റുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിറ്റുപോയാൽ കേരളം വടക്കോക്ക് വ്യാപിക്കുന്നു, കേരളം വടക്കൻ ഇന്ത്യയായി മാറുന്നു എന്നാണ് നമുക്ക് കണക്കാക്കാനുള്ളത്. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ച ഒന്നിനെയും ഇല്ലാതാക്കാൻ പറ്റത്തുമില്ല. അപ്പം ഈ 11% വരുന്ന ഹിന്ദുക്കളിലെ SC ST വിഭാഗം ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യില്ല എന്ന് പറയാൻ കാരണം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം അയ്യനെ കാണാനായിട്ട് എനിക്ക് ബ്രാഹ്മണനായി ജനിക്കണം, അയ്യനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണം. അപ്പം ഇതിനകത്ത് ആദ്യം ബ്രാഹ്മണനായി ജനിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ജനിച്ച സമുദായം ബ്രാഹ്മണ സമുദായത്തെക്കാളും വളരെ മോശം, ജാതി ചിന്ത, ഗ്രേഡഡ് ഇന്നീക്വാലിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസം. അംബേദ്കർക്ക് ഇവിടെ പ്രവർത്തിച്ച മേഖലയാണ് രാഷ്ട്രീയം. ഇയാൾ വന്ന് പറയുകയാണ് എനിക്ക് ബ്രാഹ്മണനായി ജനിക്കണം. ഇതൊരു കൊച്ചു വർത്തമാനമല്ല കേട്ടോ ഷാനി, ഇത് ചെറിയ കളിയല്ല എന്ന് പറയും. ഇതൊരു ചെറിയ കളിയല്ല. ഇദ്ദേഹത്തിൻ്റെ മനസ്സിലെ എന്താ പറയുക വിഷം, മറ്റേ ഈ പാമ്പിനെ പ്രകോപിപ്പിക്കുമ്പോൾ ആഞ്ഞു കൊത്തി വിഷം നമ്മളിൽ ഇറക്കുന്നത് പോലെ ഇദ്ദേഹം വിഷമിറക്കലാണിത്. എനിക്ക് ബ്രാഹ്മണനായി ജനിക്കും. ആരായി ബ്രാഹ്മണൻ? ഇന്ത്യയുടെ ശാപമാണ് ബ്രാഹ്മണൻ. ബ്രാഹ്മണൻ എന്ന വ്യക്തിയല്ല, ബ്രാഹ്മണത്വം, ബ്രാഹ്മണിസം എന്ന ഇസമുണ്ടല്ലോ, ഗ്രേഡഡ് ഇനീക്വാലിറ്റി, അത് ഇന്ത്യയുടെ ശാപമാണ്. ഇന്ത്യയുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തിയതാണ്. ഇന്നും അത് പല രീതിയിൽ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും തടഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. വ്യക്തികളൊന്നുമല്ല കേട്ടോ. അപ്പം അതിലേക്ക് എനിക്ക് ആകണമെന്ന് ഇയാൾ പറയുമ്പോൾ ഇയാൾ എന്താ പറയേണ്ടിയിരുന്നത്? അതായത് അയ്യപ്പനെ പൂജിക്കാനായിട്ട്, അയ്യപ്പനെ സേവിക്കാനായിട്ട് ബ്രാഹ്മണനായാലേ പറ്റും. അതും വളരെ രീതിയിൽ തെറ്റായ ഒരു പ്രവണതയാണ്. ഒരു രാഷ്ട്രീയ ബോധ്യമുള്ളയാൾ, ഒരു വിഭാഗം ജനതയെ ഒന്നുകൂടി ചേർത്ത് മാറോട് അണയ്ക്കാൻ തയ്യാറായി വന്ന ആൾ എന്ത് ചെയ്യണം? ഈ അനീതിക്കെതിരെ പോരാടിക്കൊണ്ട് ഞാൻ ജനിച്ച മതത്തിൽ നിന്നുകൊണ്ട് തന്നെ അയ്യപ്പനെ കാണാനുള്ള സമരം ഇദ്ദേഹം ചെയ്യണം. വൈക്കം സത്യാഗ്രഹം, വഴിനടക്കൽ സത്യാഗ്രഹം, അമ്പലങ്ങളിൽ കയറാനുള്ള സ്വാതന്ത്ര്യത്തെ സത്യ ഒക്കെ നടന്ന നാടാണ് കേരളം. അവിടെ നിന്നുകൊണ്ടാണ് ഒരാൾ നിലനിൽക്കുന്ന അനീതിയെ അതുപോലെ പുൽകിക്കൊണ്ട് എത്രത്തോളം മനുഷ്യത്വ വിരുദ്ധമായ വർത്തമാനമാണ് എനിക്ക് ബ്രാഹ്മണൻ ആകണമെന്ന് ഇയാൾ പറയാൻ കാരണം. അപ്പം ഇത് വല്ലാത്തൊരു നിസ്സാരമായ കാര്യമല്ല കേട്ടോ. ഇയാൾ ജയിച്ചു വരികയാണെങ്കിൽ അത് സാമൂഹ്യപരമായ വലിയ ഒരു അനീതി ആയിരിക്കുമെന്ന് പറയാനുള്ള കാരണത്തിൽ ഏറ്റവും മുഖ്യമായ കാരണമാണ് ഞാൻ ബ്രാഹ്മണനായി ജനിക്കണമെന്നുള്ള ഈ ഒരു പറച്ചിൽ. ബ്രാഹ്മണന്മാരല്ലാത്ത ബഹുഭൂരിപക്ഷം ആളുകളെയും ഇത്രയും താറടിച്ച് മോശപ്പെടുത്തി എന്താ പറയുക അസ്പൃശ്യരായി കാണുന്ന മനോഭാവമുണ്ടല്ലോ. ഇയാളൊക്കെ എന്ത് ജനപ്രതിനിധിയായി വന്നിട്ട് എന്ത് കാര്യം? പൊതുവിൽ ഈ ജനപ്രതിനിധി, മന്ത്രി, MP, MLA എന്നൊക്കെ പറയുമ്പോൾ ഈ സീറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ NK പ്രേമചന്ദ്രൻ, അയാളോട് എനിക്ക് ഭയങ്കര ബഹുമാനക്കുറവാണ്. കാരണം അദ്ദേഹം ഈ സരിത കേസ് ഉണ്ടായപ്പോഴത്തേക്കും നമ്മുടെ ഉമ്മൻചാണ്ടിയെ പറയാൻ ഇനി ഒന്നുമില്ലാന്ന്, അതൊക്കെ കേട്ട് പുളകിതനായ വ്യക്തിയാണ്. അയ്യോ എന്നൊക്കെ പുളകിതനായ വ്യക്തിയാണ് ഞാൻ. അവസാനം എന്തു പറ്റി? അതേ ക്യാമ്പിൽ അദ്ദേഹം പോയി. ഇപ്പം അദ്ദേഹം കളം മാറ്റി ചവിട്ടുമെന്നൊരു സംശയം എനിക്കില്ലാതില്ല. അപ്പം ഇവരൊക്കെ സ്വകാര്യത്തിനു വേണ്ടി തന്നെ നിൽക്കുന്നവരാണ്. ഈ ബോധ്യം നമ്മൾ ആർജിക്കുമ്പോഴാണ് ജനാധിപത്യത്തിൻ്റെ തുടക്കമുണ്ടാകുക. ഇപ്പം ജനാധിപത്യം ഇല്ല, ജനാധിപത്യം
അർഹിക്കുന്ന ആളുകളല്ല. ഇപ്പം ഇന്ന് ഒരു പ്യൂ റിസർച്ച് സർവേ ഹിന്ദു പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇന്ത്യയിലെ 74% ആളുകൾ ഇവിടെ എന്താ പറയുക ഏകാധിപത്യ ഭരണം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ആഗ്രഹിച്ചില്ലെങ്കിലേ ഉള്ളൂ അതിശയം. കാരണം അത്രത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ മണ്ട ശിരോമണികളാണ്, മണ്ടയില്ലാത്തവന്മാരും മരമണ്ടന്മാരാണ്, ചാണക പേറികളാണ്. അതുകൊണ്ടാണ് അതോറിറ്റേറിയൻ മിലിറ്ററി ഭരണം വേണമെന്നൊക്കെ ഇവർ ഇങ്ങനെ പറയുന്നത്. ഇദ്ദേഹം പിന്നീട് ഒരു ക്രിസ്ത്യാനികളെ സ്വാധീനിക്കാൻ വേണ്ടി ഈ കിരീടം വെച്ച് കൊടുത്ത കിരീടത്തിലെ സ്വർണത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് പരാതികളും പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ, അതായത് ഒരു വിഭാഗം ജനതയെ സേവിക്കണമെങ്കിൽ അവരുടെ ആരാധനാലയങ്ങൾ ചെന്ന് അവരുടെ ദൈവത്തെയും ആ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നിൽക്കുന്ന ഇടത്തട്ടുകാരെയും വേണോ സേവിക്കാൻ, കയ്യിലെടുക്കാൻ? ഇപ്പം രാഷ്ട്രീയക്കാരൊക്കെ ഇപ്പം പന്ന്യൻ രവീന്ദ്രൻ ഉൾപ്പെടെ ഇവിടെ MP ആയി മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം പള്ളിമേടകളിലും ക്ഷേത്രാങ്കണത്തിലൊക്കെയാണ് സന്ദർശനങ്ങൾ. അത്രത്തോളം നമ്മുടെ രാജ്യം എന്താ പറയുക ഈ മതചിന്തയ്ക്ക് അടിമപ്പെട്ടു എന്ന് ചോദിച്ചാൽ അടിമപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇവർ, അതൊരു എളുപ്പ വഴിയായി കണ്ട് തന്നെയാണ് ഇവർ ചെയ്യുന്നു എന്നുള്ളത്. ഇനി ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇദ്ദേഹത്തിൻ്റെ ഒരു കൈനീട്ടം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇദ്ദേഹം കാറിൽ നിന്നുകൊണ്ട് സ്ത്രീകൾക്ക് വിഷുക്കൈനീട്ടം കൊടുക്കുന്നു. നോക്കൂ, അതായത് MGRൻ്റെ ഒരു സിനിമയിൽ പറയുന്നത് പിച്ച എടുപ്പതും കുറ്റം, കൊടുപ്പതും കുറ്റം. അതായത് ഭിക്ഷ യാചിക്കുന്നതും ഭിക്ഷ കൊടുക്കുന്നതും കുറ്റം. വളരെ വർത്തമാനമാണ്, വലിയ വർത്തമാനമാണ്. പിച്ച എടുപ്പതും കുറ്റം, കൊടുപ്പതും കുറ്റം. ഇദ്ദേഹം കൊടുക്കുന്ന കുറ്റം ചെയ്യുന്ന, എടുക്കുന്നവനെ സൃഷ്ടിക്കാൻ വേണ്ടി കൊടുക്കുന്നവരായി. എന്നിട്ടോ അവിടെ വന്ന സ്ത്രീകൾ ഇദ്ദേഹത്തിൻ്റെ കാല് തൊട്ടു വന്നിച്ചപ്പോൾ ഇദ്ദേഹം അവരെ വിലക്കിയില്ല. നോക്കൂ, ഒരു എന്താ പറയുക, നമ്മുടെ ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റ്, ഇപ്പം മെമ്പർ ഓഫ് പാർലമെൻറ്റിൽ ഇപ്പം ഒട്ടുമിക്ക ആളുകളും കൊലപാതകിയും കൊള്ളക്കാരും എന്നൊക്കെയാണ് പറയുന്നത്. പറച്ചിലല്ല, യാഥാർത്ഥ്യം അതുമായി അടുത്ത് നിൽക്കുന്നതാണ്. ഗുണ്ടകൾക്കാണ് അവിടെ കൂടുതൽ സ്വാധീനം ഇപ്പോൾ ചെലുത്താൻ സാധിക്കുക. കേരളത്തിലും ദക്ഷിണേന്ത്യയിലും വ്യത്യസ്തതയുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പം ഇയാൾ ഈ പറഞ്ഞ കാറ്റഗറിയിലാണ്. അതായത് ഭിക്ഷ കൊടുക്കുകയും അത് വലിയ കാര്യമായി എടുത്ത് പ്രചരിപ്പിക്കുകയും അങ്ങനെ കൊടുക്കുമ്പോൾ തൻ്റെ കാല് തൊട്ട് വന്നിച്ച ആളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആളുടെ ഒരു മനോഗതി, ബ്രാഹ്മണനായി ജനിക്കണം എന്ന് പറഞ്ഞ വാക്കുമായി ചേർത്ത് വായിക്കുക. ഇയാളുടെ മനോഭാവത്തിൽ മനുഷ്യരൊക്കെ ആരാണ്? ഇയാളുടെ ഭൃത്യന്മാരും ഭൃത്യകളുമാണ്, തൊടാൻ കൊള്ളാത്തവരമാണ്, അഴുക്കുചാലുകളാണ്, വിഡ്ഢികളാണ്. അതാണ് ഇയാൾ തകർത്താടി സംസാരിക്കുന്നത്. മൊത്തത്തിൽ ഈ BJPയുടെ നേതാക്കൾ വായു തുറന്നാൽ നല്ല വർത്തമാനം പറഞ്ഞ് ഞാൻ കേട്ടിട്ടേയില്ല കേട്ടോ, ഞാൻ കേട്ടിട്ടേയില്ല. അവിടെ ആര് ചെന്നാലും, അതായത് പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാർ വരെ ഈ പ്രസ്ഥാനത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വായ തുറന്നാൽ നമുക്ക് നാറ്റം കൊണ്ട് മൂക്ക് പൊത്തേണ്ട ഗതികേടാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അതിൽ നിന്ന് സുരേഷ് ഗോപിയും ഒട്ടും പിന്നിലല്ല എന്നുള്ളത്. ഇനി മണിപ്പൂർ, ഇദ്ദേഹം ക്രൈസ്തവ ദേവാലയത്തിന് കിരീടം വെച്ചു കൊടുത്തു. ഇദ്ദേഹം ഭരിക്കുന്ന ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള മണിപ്പൂരിൽ മൈത്തികളുടെ അടിയേറ്റ് വിവശരായ കുക്കികളെ കൊന്നൊടുക്കുകയായിരുന്നു. ഇയാൾ എന്നാ പറഞ്ഞെന്നറിയാവോ? ഇയാളോട് ചോദിച്ചപ്പോഴത്തേക്കും അവിടെ കാര്യങ്ങൾ നോക്കാൻ ആണുങ്ങളുണ്ട്, അവിടെ കാര്യം നോക്കാൻ ആളില്ലെന്നേ. അവിടെ മുഖ്യമന്ത്രി ഒരു വിഭാഗം ആളുകളുമായി ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ ന്യൂനപക്ഷത്തെ ധ്വംസിക്കുന്ന, പിന്നെ പ്രധാനമന്ത്രി തന്നെ ന്യൂനപക്ഷ ധ്വംസകനാണല്ലോ. അങ്ങനെയല്ലേ അദ്ദേഹം 2002 നിന്ന് ഉയർന്നു വന്ന് മുഖ്യമന്ത്രിയായി പടിപ്പടിയായി ഇത്തരത്തിലുള്ള പ്രചണ്ഡ പ്രചരണങ്ങൾ കൊണ്ട്, അഭിനയം കൊണ്ട് തന്നെ. അദ്ദേഹമാണല്ലോ ഇദ്ദേഹത്തിൻ്റെ മാതൃകാ പുരുഷൻ. അപ്പം അഭിനയമാണ് ഇവിടെ ഏറ്റവും വലുത്, അതാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മുമ്പിൽ അഭിനയിക്കാൻ വരുന്നവരെ
ഇവർ അഭിനയിക്കാനാണ് വന്നിട്ടുള്ളത് എന്ന് തിരിച്ചറിയാനുള്ള തിരിച്ചറിവ് എപ്പോൾ നമുക്കുണ്ടാകുമോ അവിടം മുതലാണ് ജനാധിപത്യം ജനിച്ചു വീഴാൻ പോകുന്നത്. ഇന്ന് ജനാധിപത്യം ഇല്ല. പണാധിപത്യവും നാടക അഭിനയവുമാണ് നമ്മെ അടക്കി ഭരിക്കുന്നത്. അതുകൊണ്ട് ഈ സുരേഷ് ഗോപി ജയിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു. ആഗ്രഹിച്ച് ഒന്നും നേടാനാവില്ല എന്നറിയാമെങ്കിൽ. താങ്ക് യു. ഗുഡ് ബൈ.